അപ്പോൾ ഓവർസീസ് നഴ്സസിന് അയർലൻഡിലേക്ക് വീണ്ടും ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് CPL ത്രൂ ആണ്. ഇത് HSCയിലേക്കുള്ള കോർ കെയറി ഹോസ്പിറ്റൽസിലേക്കാണ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഗോൾഡൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുള്ളി റീഇംബേഴ്സ്മെന്റ് പാക്കേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ സർജിക്കൽ ഏരിയയിലോ അല്ലെങ്കിൽ ഓൾഡർ പേഴ്സൺ കെയറിലോ നിങ്ങൾ റീസെന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന എലിജിബിൾ ക്രൈറ്റീരിയസ് എല്ലാം തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ അവസാനം പറയുന്ന ഇമെയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ആൻഡ് റെലവന്റ് അതർ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ഉടനെ അയച്ചു കൊടുക്കുക. ഒട്ടും ഡിലേ ആക്കുക. കാര്യം ഇവർക്ക് ഇനഫ് ആപ്ലിക്കൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ഇതിന്റെ അഡ്വർട്ട് കാര്യങ്ങളെല്ലാം തന്നെ ക്ലോസ് ചെയ്യുന്നതായാലും. അതുപോലെ ഒരു എക്സൈറ്റിംഗ് ന്യൂസ് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്, നമുക്ക് റീസെന്റ് ആയിട്ട് HSC ഇന്റർവ്യൂസ് ഈ 20-ാം തീയതി 21-ാം തീയതി നടന്ന ഇന്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്തിരുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 5 പേര് നമ്മളെടുത്ത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 5 പേരും തിയേറ്റർ നഴ്സിന്റെ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ ബിഗ് ന്യൂസ് എന്ന് പറയുന്നത് അവർക്ക് 5 പേർക്കും ജോബ് സെലക്ഷൻ കിട്ടി എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാര്യം 5 പേര് വന്നു, നമുക്കറിയില്ല എത്ര വാക്കൻസീസ് ഉണ്ടായിരുന്നു, എത്ര പേര് അതിനകത്ത് ഷോർട്ട് ലിസ്റ്റഡ് ആയി ഒന്നും അറിയില്ല. 5 പേര് നമ്മളെടുത്ത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വരുന്നു. അവർക്ക് നമ്മൾ മാക്സിമം ഗ്രൂപ്പ് സെഷൻസും ഇൻഡിവിജ്വൽ സെഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ റെക്കോർഡ് സെഷൻസിൽ അവരെടുക്കുന്നു. നന്നായിട്ട് തറവായിട്ട് ഈ 5 പേരും പറയാതിരിക്കാൻ വയ്യ, അത്രയും അടിപൊളിയായിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്തത്. ആസ് എ ടീച്ചർ ഞാൻ തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു അവരുടെ ഇൻ്റർവ്യൂ സെഷൻസ് കാര്യമെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ. പക്ഷേ ലക്ലി ഈ 5 പേർക്കും ഇൻ്റർവ്യൂസ് കിട്ടി. 5 പേര് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നമ്മളെ ഹോൾ ടീം ഹാപ്പിയാണ്. ബിക്കോസ് അവരുടെ ലൈഫിൽ തന്നെ കംപ്ലീറ്റ് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരുമിച്ച് കിട്ടുക, കാര്യം 100% സക്സസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സംഭവമാണ് എന്തായാലും. ആൻഡ് ഇനി കമ്മിങ് ഡേയ്സിൽ അവരുടെ ഒരു കംപ്ലീറ്റ് ഫീഡ്ബാക്ക് സെഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാക്സിമം നടത്തുന്നുണ്ട്. 5 പേരെ ഒരുമിച്ച് നടത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ എത്ര പേർക്കാണോ പറ്റുകയെന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ ഹോൾ ജേർണി എക്സ്പീരിയൻസും ഇൻ്റർവ്യൂവിൻ്റെ ഡേ എക്സ്പീരിയൻസും അവരെങ്ങനെ, കാര്യം നാട്ടിലുള്ള കുട്ടികളുടെ അതിനകത്ത് ഇൻ്റർവ്യൂ കിട്ടിയതിൽ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ മിക്സ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം തന്നെ അവരുടെ ഒരു ഹോൾ ജേർണി, ഓക്കെ, അവർ OET കഴിഞ്ഞ അല്ലെങ്കിൽ DL കിട്ടിയിടം തൊട്ട് എങ്ങനെ ഏതൊക്കെ ഏജൻസീസ് ത്രൂ അവർ അപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് നോക്കി, എന്തോരം അവർ വെയിറ്റ് ചെയ്തു, എങ്ങനെയാണ് അവരുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, ഡേ ഓഫ് ഇൻ്റർവ്യൂ എങ്ങനെയാണ്, എല്ലാം ഷെയർ ചെയ്യുന്ന അവരുടെ ഇൻസ്പയറിംഗ് വീഡിയോസ് എല്ലാം തന്നെ കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതിൻ്റെ മെയിൻ റീസൺ ഇവരെ പോലെ തന്നെ നെക്സ്റ്റ് നിങ്ങളുമായിരിക്കാം എന്തായാലും. ബിക്കോസ് ഈ കിട്ടിയ 5 പേരും തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പ്രോപ്പറായിട്ടുള്ള ഈ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അറിഞ്ഞത് തന്നെ. ഓക്കെ, അങ്ങനെയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അതായത് ഈ വാക്കൻസിനെ പറ്റി അവർ അറിയുന്നു, അവർ എലിജിബിൾ ആണെന്ന് അവർ മനസ്സിലാക്കുന്നു, ഒട്ടും അവർ വൈകിപ്പിക്കുന്നില്ല, അപ്പോൾ തന്നെ അവർ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നതിന് മുന്നേ തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുക്കുന്നു. ഷോർട്ട് ലിസ്റ്റഡ് ആയപ്പോൾ തന്നെ മോക്ക് സെഷൻസ് എടുക്കുന്നു. അവർ അതിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻസ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് 5 പേർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റിയത് എന്തായാലും. ഓക്കെ, അപ്പം ഒട്ടും മടി വിചാരിക്കരുത്. നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ നിങ്ങളുടെ ഫാമിലിയിലോ ആരെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന എലിജിബിൾ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എത്രയും വേഗം ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറയാം. കാര്യം ഈ ഒരു റീലൊക്കേഷൻ പാക്കേജും റീഇംബേഴ്സ്മെൻറ്റും ഒക്കെ ആയിട്ട് വരുന്ന അയർലൻഡിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ റയറായിട്ടാണ് വരുന്നത്. സോ മിസ് ആക്കരുത്. ഓക്കെ, അപ്പോൾ ഇവരുടെ പാക്കേജിനകത്ത് അടിപൊളി റീഇംബേഴ്സ്മെൻറ്റ് ഓഫേഴ്സ് ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് സാലറി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ അൺസോഷ്യൽ അവേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് 24 or 25 days ആനുവൽ ലീവ് നിങ്ങൾക്ക് വരുന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ ഈവൻ അയർലൻഡിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റ്സ് അവർ ബുക്ക് ചെയ്യുന്നു, അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റോ ചെയ്യുന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ 28 ഡേയ്സിൻ്റെ അക്കോമഡേഷൻ അലവൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ NMBR രജിസ്ട്രേഷൻ്റെ കോസ്റ്റ് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൻ്റെ കോസ്റ്റ് അവർ റീഫണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വിസയുടെ കോസ്റ്റും ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാമിൻ്റെ കോസ്റ്റ് ഒരു പാർഷ്യലി റീഇംബേഴ്സ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ ആയിക്കൊള്ളട്ടെ, എന്തൊരു അടിപൊളി പാക്കേജാണ് അല്ലേ. അപ്പം മിസ് ചെയ്യരുത്, ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്, ഞാൻ അഗെയിൻ പറയുന്നു. അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ്സ് നോക്കാം. റിക്വയർമെൻറ്റ്സിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടത് NMBയുടെ ഡിസിഷൻ ലെറ്റർ ആണ്. അത് വാലിഡ് ആയിരിക്കണം എന്നുള്ള കാര്യം എടുത്ത് പറയുന്നത്. പിന്നെ അതുപോലെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ്, അതായത് നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞോ രജിസ്ട്രേഷൻ കഴിഞ്ഞോ നിങ്ങൾക്ക് മിനിമം ഓഫ് 2 years ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത്. റീസെൻറ്റ് എക്സ്പീരിയൻസ് മെഡിക്കൽ സർജിക്കൽ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ പറയുന്ന വേറൊരു ഡിസൈറബിൾ ക്രൈറ്റീരിയ ആണ്, റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഓൾഡർ പേഴ്സൺ കെയറിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്ട്രോങ് പാഷൻ എൽഡർലി കെയറിൽ ഉണ്ടെങ്കിലോ അതൊരു ഡിസൈറബിൾ ക്രൈറ്റീരിയ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന ഇമെയിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യാം. OET or IELTSന്റെ സ്കോർ ഷീറ്റ്, നിങ്ങളുടെ NMBI ഡിസിഷൻ ലെറ്ററിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നല്ലൊരു കവറിംഗ് ലെറ്റർ അടുപ്പിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട. അതുപോലെ ഇതിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ ആ ലിങ്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആകുന്നതിന് മുന്നേ തന്നെ പ്രിപ്പയർ ആവുക. നമ്മുടെ യൂട്യൂബിനകത്ത് ഒരുപാട് ഫ്രീ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ റീസെൻറ്റ് അയർലൻഡ് സക്സസ്ഫുൾ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കേൾക്കുക. അവർ പറയുന്ന ക്വസ്റ്റ്യൻസ്, അവർ ഗോ ത്രൂ ചെയ്ത ജേർണി ഒക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ എടുക്കാനായിട്ട്. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി പിന്നീട് നമ്മുടെ മിസ്റ്റേക്ക് കാരണം അല്ലെങ്കിൽ നമ്മുടെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ കാരണം മിസ്സായി പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ
ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എല്ലാം തന്നെ അൺലിമിറ്റഡ് ആക്സസ് ആണ്. അൺടിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നിടം വരെ നിങ്ങൾക്ക് ആ വീഡിയോസ് കാര്യങ്ങളെല്ലാം തന്നെ ആക്സസ് ചെയ്യാം. നിങ്ങൾക്കൊരു ഫേസ് ടു ഫേസ് മോക്ക് സെഷൻ്റെ ആവശ്യം പോലും ചിലപ്പോൾ വേണ്ടി വരില്ല. നിങ്ങൾ ആ റെക്കോർഡ് സെഷൻസ് ഒന്ന് കണ്ടു തുടങ്ങുമ്പോൾ മാസ്റ്റർ ക്ലാസ് വീഡിയോസ്, റെലവൻറ്റ് PDF മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം. ബിക്കോസ് നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സർവീസ് ഉണ്ടെന്നും അതിന് പ്രിപ്പയർ ചെയ്യണമെന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്മാർട്ട് വർക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്തായാലും. ഓക്കെ, നമ്മൾ അയർലൻഡിൻ്റെ HSC ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിലും നഴ്സിംഗ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസ് ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സ്പെസിഫിക് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. UK NHS ചെയ്യുന്ന പോലെ തന്നെ എല്ലാം അയർലൻഡിന് സ്പെസിഫിക് പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. ഫർദർ അസിസ്റ്റൻസിന് ഞങ്ങളെ കോൺടാക്ട് ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ട, എത്രയും വേഗം നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ആൻഡ് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ആൻഡ് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.